നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലമാണ്. തിരുവനന്തപുരം കേരളത്തിൻ്റെ രാഷ്ട്രീയ തലസ്ഥാനമാണ്. മറ്റ് പല മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ചില സവിശേഷതകളുള്ള ഒരു സ്ഥലമാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നഗരമാണ്. ഇടത്തരക്കാർ ധാരാളമുണ്ട്. വിദ്യാസമ്പന്നരായ ആളുകൾ ഏറ്റവും അധികമുള്ള ഒരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരമണ്ഡലങ്ങൾ എന്ന് പറയുന്ന നിയമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ എന്ന് പറഞ്ഞ മണ്ഡലം. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയുണ്ട്, കോവളം, പാറശാല, അതുപോലെ നെയ്യാറ്റിൻകര. ഈ ഭാഗത്ത് ദരിദ്രരായ വളരെ സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളും മറ്റുമൊക്കെ ഉണ്ട്. അതുപോലെ നാടാർ വിഭാഗത്തിൽപ്പെട്ട കർഷകരും മറ്റ് തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുമുണ്ട്. മറ്റ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും ഗ്രാമീണരുടെയും കൂടി ഒരു സങ്കരമാണ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലം. ഇത് പൊതുവേ UDF മേൽക്കോയ്മയുള്ളൊരു മണ്ഡലമാണ്. കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ജയിക്കുന്നത്. 1996 KB സുരേന്ദ്രനാഥ് ജയിച്ചത്. 2004 വലിയ ഇടത് കൊടുങ്കാറ്റിൽ സഖാവ് PK വാസുദേവൻ നായർ ജയിച്ചത് മാത്രമാണ് ഇതിനൊരു അപവാദം. പിന്നെ 2005 നവംബറിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ജയിച്ചിട്ടുണ്ട്. അത് പിന്നെ കരുണാകരൻ്റെ DICയുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ട് സംഭവിച്ചു പോയതാണ്. അപ്പോൾ ഇങ്ങനെ കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് UDF മേൽക്കോയ്മയുള്ളൊരു മണ്ഡലമാണ്. സമീപകാലത്തായിട്ട് BJP വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ട്. 1984 കേരളവർമ്മ രാജ മത്സരിച്ച് 1,10,000 വോട്ട് പിടിച്ചാണ് തിരുവനന്തപുരത്തുകാരെ ഞെട്ടിച്ച ആദ്യത്തെ സംഭവം. ഈ സമീപകാലത്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ 2014 മുതൽക്ക് BJP 2ാം സ്ഥാനത്താണ്. 14 അവർ ജയത്തിൻ്റെ വളരെ അടുത്തുവരെ എത്തിയതാണ്. 19 വീണ്ടും 2ാം സ്ഥാനത്ത് വന്നു. ഇത്തവണ അതിശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി വലിയ മത്സരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നമ്മൾ നേരത്തെ ഈ പരിപാടിയിൽ നേരത്തെ ഒരിക്കൽ സൂചിപ്പിച്ച പോലെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ വലിയ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളാണ്. വളരെ ചിട്ടയായ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ BJPക്കാരും, BJP കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. BJP നേതാക്കളും അദ്ദേഹത്തിനെതിരാണ്. പക്ഷേ അദ്ദേഹം വലിയ തോതിൽ പ്രചരണം നടത്തിയിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു പ്രചരണ ശൈലി അവിടെ അവതരിപ്പിച്ചു. അത് വിദ്യാസമ്പന്നരായ ആളുകളുടെ ഇടയിൽ, ഇടത്തരക്കാരുടെ ഇടയിൽ, നേരത്തെ പറഞ്ഞ നഗരമണ്ഡലങ്ങളിൽ ഇദ്ദേഹത്തിന് വലിയ ഒരു ജനപ്രീതി നേടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വട്ടിയൂർക്കാവ് നിയമം, അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ഒരു പരിധിവരെ, കഴക്കൂട്ടം എന്നീ 4 പ്രദേശങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ ലീഡ് ചെയ്യാനുള്ള സകല സാധ്യതയുണ്ട്. അതേ സമയത്ത് തന്നെ തരൂരിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് നെയ്യാറ്റിൻകരയും കോവളവും അതുപോലെ പാറശാലയും. ഗ്രാമീണ മേഖല, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ, നാടാർ ക്രിസ്ത്യാനികളുടെ ഇടയിൽ, അതുപോലെ തന്നെ മുസ്ലിം വോട്ടർമാരുടെ ഇടയിൽ, മുസ്ലിം വോട്ടുകൾ ഏറെക്കുറെ പൂർണ്ണമായിട്ട് തന്നെ തരൂരിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വളരെ ശക്തമായ നിലയിൽ തരൂർ നിൽക്കുന്നു. പിന്നെ തരൂരിന് വന്നൊരു അപകടം, തിരുവനന്തപുരത്ത് ഖദറിട്ട് നടക്കുന്ന മുഴുവൻ ആൾക്കാരും പുള്ളിക്കെതിരായിട്ട് പണിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിൻ്റെ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പുള്ളിക്കെതിരായി പണിഞ്ഞു എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ ഒരു തറവാട്ട് മഹത്വമാണത്. കോൺഗ്രസ്സുകാർക്ക് തരൂരിന് ഇഷ്ടമല്ല. കാരണം ഇദ്ദേഹം ശരിക്കും കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസ് പാർട്ടി സ്പോൺസർ ചെയ്ത ഒരു ബുദ്ധിജീവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് കോൺഗ്രസ്സുകാർക്ക് എതിർപ്പാണ്. BJPക്കാർക്ക് രാജീവ് ചന്ദ്രശേഖരനോട് എതിർപ്പാണ്. കണ്ടുകൂടാന്ന് പറയുക കൂടുതൽ ശരി. അങ്ങനെ 2 സ്ഥാനാർത്ഥികളും സ്വന്തം പാർട്ടികളിൽ നിന്ന്, അല്ലെങ്കിൽ അവരവരെ സ്പോൺസർ ചെയ്തിട്ടുള്ള പാർട്ടികളിൽ നിന്ന് വലിയ എതിർപ്പ് നേരിടുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു സവിശേഷത. 3ാം സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സഖാവ് പന്ന്യൻ രവീന്ദ്രനാണ്. 2005 നവംബറിൽ ഉപതെരഞ്ഞെടുപ്പിൽ അവിടുന്ന് ജയിച്ച ആളാണ് പന്ന്യൻ. പിന്നീട് അദ്ദേഹം മത്സരിക്കുന്നത് ഈ തവണയാണ്. അദ്ദേഹം മത്സരിക്കാൻ താല്പര്യമില്ലാത്തൊരു സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ പാർട്ടി അദ്ദേഹത്തെ നിർബന്ധിച്ച് അംഗത്തട്ടിൽ ഇറക്കിയതാണ്. അദ്ദേഹത്തിൻ്റെ പ്രചരണ രംഗത്ത് CPMകാർ സജീവമായിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, സാധാരണ CPMകാർ ഈ ഒരു 3 മണി ഓട്ടം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. വൈകുന്നേരം 3 മണിക്ക് CPMൻ്റെ പ്രമുഖരായ പ്രവർത്തകരൊക്കെ എതിർ സ്ഥാനാർത്ഥിക്ക് കൂട്ടി. അത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന പരിപാടിയാണ്. ഇത്തവണ അത് ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ വോട്ടുകൾ പൂർണ്ണമായിട്ട് പന്ന്യന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് അദ്ദേഹത്തിന് ജയിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മണ്ഡലത്തിൻ്റെ സവിശേഷതയാണ്. ഒന്ന് UDF, രണ്ടാമത് BJP. രണ്ടും ശക്തമായ രീതിയിൽ മത്സരിക്കുന്നു. അതിപ്രബലരായ 2 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 2 പേരും വിശ്വപൗരന്മാരാണ്. 2 പേരും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നവരാണ്. തിരുവനന്തപുരത്തുകാർ ഇങ്ങനെയുള്ള ആളുകളെ പൊതുവെ സ്നേഹിക്കുന്നവരും നെഞ്ചേറ്റിയിൽ ആളിക്കുന്നവരുമാണ്. അതിനിടയിലാണ് ഈ നാട്ടുപുറത്തുകാരനായ കണ്ണൂർക്കാരനായ പാവം പന്ന്യൻ രവീന്ദ്രൻ വന്നുപെട്ടത്. അപ്പോൾ വലിയ മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ള വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. 3 സ്ഥാനാർത്ഥികളും തുല്യ നിലയിൽ മത്സരിച്ചിട്ടുണ്ട്. CPMകാരുടെ വോട്ട് കൃത്യമായിട്ട് പന്ന്യന് കിട്ടിയിട്ടുണ്ട്. BJPക്കാരുടെ വോട്ട് ശശി തരൂരിനും, കോൺഗ്രസ്സുകാരുടെ വോട്ട് രാജീവ് ചന്ദ്രശേഖരനും പോയിട്ടുണ്ട്.
നിഷ്പക്ഷരായ വോട്ടർമാർ, പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്തവർ, അവരുടെ വോട്ട് ആർക്ക് കൂടുതൽ കിട്ടി നമുക്ക് ആർക്കും അറിയില്ല. വോട്ട് എണ്ണിക്കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. പ്രചരണ രംഗത്ത് രാജീവിന് ഒരു മുൻകൈ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് തരൂർ പ്രചരണത്തിൽ വളരെ പിന്നിലായിരുന്നു. പക്ഷേ തരൂരിന് അനുകൂലമായ മറ്റ് പല ഘടകങ്ങളുമുണ്ട്. മുസ്ലിം വോട്ടുകളുടെ പൂർണ്ണമായ ഏകീകരണം, അതുപോലെ ലത്തീൻ കത്തോലിക്കരിലും CSI വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരുടെ ഇടയിലുള്ള തരൂരിൻ്റെ വലിയ പിന്തുണ, ഇതൊക്കെ അദ്ദേഹത്തിന് ഗുണകരമാണ്. അങ്ങനെ അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കുമുണ്ട്, അച്യുതൻ നൽകിയ മാല സുഗ്രീവനും എന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. ഇതിനെക്കുറിച്ച് ഒരു പ്രവചനം നടത്താൻ ഞാൻ ആളല്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളൊക്കെ നടത്തിയ സർവേയിൽ തരൂരിനാണ് മുൻതൂക്കം കണ്ടത്. തിരുവനന്തപുരത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത്, ജ്യോതിഷം നന്നായിട്ട് അറിയുന്ന ആളാണ്, പുള്ളി ജാതകം നോക്കിയിട്ട് പറഞ്ഞത് രാജീവ് ചന്ദ്രശേഖരേക്കാളും മെച്ചപ്പെട്ട നിലയിലാണ് തരൂരിൻ്റെ നക്ഷത്രങ്ങൾ നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ നക്ഷത്രത്തിൻ്റെ പിൻബലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരൂർ ജയിക്കും എന്ന് നമുക്ക് ഏറെക്കുറെ പറയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.